മതബോധിക വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ യുവജന ശാക്തീകരണത്തിനു വേണ്ടി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളും മഹലിൽ ഇസ്ലാമിക പ്രബോധനങ്ങളും നടത്തിവരുന്ന സലാമത്ത് നഗർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ മുതൽ 4 മാസം നീണ്ടുനിന്ന ഇൻസൈറ്റ് 2024 എന്ന പഠന കോഴ്സിന്റെ ഭാഗമായി കോഴ്സ് പൂർത്തീകരണ വേളയിൽ സലാമത്ത് നഗർ മഹല്ല് മദ്രസ ഹാളിൽ വെച്ച് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും ഉന്നത വിജയികൾക്ക് ക്യാഷ് അവാർഡും പ്രശസ്തിപത്രവും സമ്മാനിക്കും. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിലായിരുന്നു മത്സരം. വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന സലാമത്ത് നഗർ മഹല്ലിലും പരിസരത്തുമുള്ള വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക അടിത്തറ ഉറപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു കോഴ്സ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. സലാമത്ത് നഗർ മഹല്ല് കമ്മിറ്റി ജൂൺ മുതൽ 4 മാസം നീണ്ടു നിൽക്കുന്ന ഇൻസൈറ്റ് 2024 എന്ന ഒരു പഠന യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പഠന കോഴ്സാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന ക്ലാസുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മെഗാ ക്വിസാണ് നടക്കുന്ന ഒരു പ്രോഗ്രാം. അതിൽ വിജയികളാവുന്ന വിദ്യാർത്ഥികൾക്ക് 20,000 രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകുന്നുണ്ട്. ഈ പരിപാടിയുടെ സമാപനം 14/9/24 നടക്കുന്നതാണ്. അതിൽ മൗലവി അലിയാർ കാസിമി, ടി ആരിഫ് അലി, ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ മഹല്ലിലും പരിസരത്തുമുള്ള വിവിധ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമികമായ അടിത്തറ ഉറപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ധാരാളം കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നല്ല രീതിയിലുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോഴ്സിൽ പങ്കെടുത്ത് വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ഭാഗമായി സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നതായിരിക്കും 14-ാം തീയതി. അതോടൊപ്പം തന്നെ ക്വിസിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകുന്നതായിരിക്കും പൊതുസമ്മേളനത്തിൽ വെച്ച്. മത്സരത്തോടനുബന്ധിച്ച് നടന്ന സംഗമവും പ്രഭാഷകനും സംസ്ഥാനതല ട്രെയിനറും മോട്ടിവേറ്ററുമായ വൈ ഇർഷാദ് കായംകുളം ഉദ്ഘാടനം ചെയ്തു. ദീനീ വിജ്ഞാനത്തിൽ ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് വലിയ കണ്ടന്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുന്നവരാണ് എന്നിവിടെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ അസൂയ തോന്നുന്നു. നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ചുറ്റുമിരിക്കുന്ന നിങ്ങളുടെ പേരൻറ്റിനൊക്കെ ഒരുപക്ഷെ അവർക്കൊരു ലോസ്റ്റ് ജനറേഷനാണെന്ന് തോന്നാം. നിങ്ങളെപ്പോലെ അത്രയും വലിയ കണ്ടന്റൊക്കെ കിട്ടുന്ന ക്ലാസ്സുകൾ ഒരുപക്ഷെ അവരുടെ ഈ പ്രായത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. വളരെ സന്തോഷം, നിങ്ങളെല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. നമുക്കെല്ലാവർക്കും ഒരു ജോളി മൂഡിൽ തുടങ്ങാം. കാര്യം എന്ന് വെച്ചാൽ ഈ മത്സരം പൊതുവെ ചോദ്യോത്തരമായതുകൊണ്ട് ഒരു വരണ്ട് പഴകി തേഞ്ഞ ചോദ്യങ്ങളൊക്കെ ആണോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. റെഡിയാണല്ലോ? മത്സരത്തിൽ പങ്കെടുക്കാൻ റെഡിയാണല്ലോ? ഗെറ്റ് സെറ്റ്. ഓക്കെ, പോകാലോ നമുക്ക് മുമ്പോട്ട്. എല്ലാവർക്കും ഒന്നിച്ചൊരു പാട്ട് പാടാം. എന്താ? മരങ്ങൾ 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 പോലെ പഠിക്കേ. സ്വരങ്ങൾ നമ്മുടെ സ്വരങ്ങൾ, സ്വരങ്ങൾ നമ്മുടെ സ്വരങ്ങൾ ഉജ്ജ്വല ദലങ്ങളായി വിടർത്താം, ഉജ്ജ്വല ദലങ്ങളായി വിടർത്താം, ചില്ലകളാകെ മെടഞ്ഞു പിടിക്കാം, കാറ്റിനെ അതിജീവിക്കാം. ക്വിസ് മത്സരത്തിലെ ചോദ്യകർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം. സംഗമത്തിൽ മഹല്ല് പ്രസിഡന്റ് സലാം മാസ്റ്റർ അധ്യക്ഷനായി. ദാറുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി A.T. നാസർ മാസ്റ്റർ, KVM കോയ മാസ്റ്റർ, P. മൊയ്തീൻ കോയ എന്നിവർ പ്രസംഗിച്ചു. മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വിജയിക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും സെപ്റ്റംബർ 14 വൈകിട്ട് 4 നടത്തപ്പെടുന്ന പരിപാടിയുടെ സമാപന പൊതുസമ്മേളന വേദിയിൽ വെച്ച് വിതരണം ചെയ്യും. സമാപന പൊതുസമ്മേളനം ജമിയത്തും ഉലമായെ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി മൌലവി അലിയാർ കാസിമി ഉദ്ഘാടനം ചെയ്യും.
GK എടത്തനാട്ടുകരയുടെ വെളിച്ചമാണ് തിരുദൂതർ എന്ന പുസ്തക പ്രകാശനവും വേദിയിൽ വെച്ച് അദ്ദേഹം നിർവഹിക്കും. ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ മുൻ പ്രസിഡന്റ് A. അബ്ദുള്ള ചേളന്നൂർ പുസ്തകം ഏറ്റുവാങ്ങും. IPH അസിസ്റ്റന്റ് ഡയറക്ടർ KT ഹുസൈൻ പുസ്തകം പരിചയപ്പെടുത്തും. ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ജനറൽ T. ആരിഫ് അലി പങ്കെടുക്കും. ന്യൂസ് പ്രഭാതം, പള്ളിക്കൽ.